സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. സാധനങ്ങളായിട്ടായാലും ഫുഡായിട്ടായാലും കാശായിട്ടായാലും ഒക്കെ ഒരുപാട് സഹായം നമുക്ക് കിട്ടാറുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഓണം സെലിബ്രേഷൻ നടക്കുന്നതിൻ്റെ കാരണവും. ഇത്തവണ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെയുള്ള 500ഓളം പേർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സുൽത്താന ജ്വല്ലറിയാണ്. അപ്പോൾ സുൽത്താന ജ്വല്ലറിക്ക് ഒരുപാട് നന്ദി ഇതിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ് കാര്യം. നമുക്ക് 500 പേർക്കുള്ള ഫുഡ് കൊടുക്കുക, അത് ഓണസദ്യ കൊടുക്കുക, നമ്മളൊക്കെ ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ജോഷി സാർ ഇവിടെ വന്നിട്ടുണ്ട്. ജോഷി സാർ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും അറിയാമായിരുന്നു നമുക്കൊരിക്കലും കുറവുകളില്ല. നമ്മളെല്ലാവരും വളരെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നം വന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് വിഷമം പറയാനും വരെ നമുക്ക് കഴിവുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. പക്ഷേ ഇതൊന്നും പറ്റാത്തവർ എന്ത് കാര്യം വന്നാലും സഹായത്തോടെ കരയാൻ മാത്രമേ അറിയാവുന്ന കുറേ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാനായിട്ട് ഇവിടെ ആദ്യം ഒരു ദിവസമായിട്ടാണ് വരുന്നത്. പിന്നീട് ഇവിടെ വന്ന കുട്ടികളുടെ സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത് ഇവരിലൊരാളായിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്, മനസ്സുള്ളവരാണ്, മനസ്സാക്ഷിയുള്ളവരാണ്. നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നമ്മളെക്കാട്ടി കഷ്ടത അനുഭവത്തിനൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും മനസ്സാക്ഷിയുള്ള മനുഷ്യരാകുന്നത്. സ്നേഹസാന്ദ്രം ഒരു ചാരിറ്റി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹസാന്ദ്രം ചാരിറ്റി ട്രസ്റ്റ് എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാര്യം ഇതിനകത്തുള്ള അച്ഛൻ വിട്ടുപോയവരും അല്ലെങ്കിൽ അമ്മമാർ ജോലിയില്ലാത്തവരും നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ടുപോയി ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്. അപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണം, അതൊരു വലിയ കാര്യമല്ല. പക്ഷേ വാങ്ങാൻ ഒരു കാശുമില്ല, ഒരു 10 രൂപ എടുക്കാനില്ലാത്ത മനുഷ്യന് ഇതിൻ്റെ മുന്നിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരമാവട്ടെ വസ്ത്രമാകട്ടെ എന്തൊരു ചെറിയ കാര്യമാണ്, അതൊരു വലിയ കാര്യമാണ്. അപ്പം ഈ ഒരു ഓണം ദിനത്തിൽ നമ്മളെ സന്തോഷിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ സുൽത്താന ജ്വല്ലറി നമ്മുടെ ആയതുപോലെ തന്നെ അതിവിടെയൊന്നല്ല സഹായങ്ങൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫുഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചിലപ്പോൾ വഴിയിലിരിക്കുന്നവർക്ക് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന സുൽത്താന ജ്വല്ലറിയുടെ ലൈവിലാണ്. ഇത് കുറേ പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സുൽത്താന ജ്വല്ലറിയുടെ ഒരുപാട് നന്ദിയുണ്ട്. ഇദ്ദേഹമാണ് ജോഷി സാറ്. ഇദ്ദേഹമാണ് ഇവിടെ